ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു ഡേ ഔട്ട് വ്ളോഗായിട്ടാണ്. അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ പുറത്ത് പോകണം. അപ്പോൾ നേരത്തെ പണികളൊക്കെ തീർത്തിട്ട് വേഗം ഉച്ചയാകുമ്പോഴേക്കും പോകാമെന്ന് വിചാരിച്ചു. ഇല്ലെടുക്കാം. ഷിംകാക്ക് ഷോപ്പിൽ പോകുന്ന ടൈമായിരുന്നു. ഇപ്പോൾ ഒരു 10:30 ആകുമ്പോഴേക്കും പോവും. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കും പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ അടുത്ത് ഗേറ്റ് തുറക്കാൻ പറഞ്ഞത്. അപ്പോൾ കട്ടല്ല ചൂടാണ്. അപ്പോൾ ഇങ്ങോട്ട് തന്നെ വരികയാണ്. എന്താ കഴിക്കാൻ പോണില്ല? പുട്ടാ? ഇതോ? കടല. കടല എന്താണ്? എന്താ ഇതെന്താ? ഇത് ഓട്സ്. ഇതോ? പഴം. ഇതോ? ഇതെന്താണ്? സ്ട്രോബെറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോവാൻ റെഡിയായി. ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു 12:30 ആകുമ്പോഴേക്കും വരാൻ. കാരണം കുട്ടികൾ സ്കൂളിൽ 12:30 ആകുമ്പോഴേക്കും ലഞ്ച് ബ്രേക്ക്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇറങ്ങ. എന്നും ഈ പാടത്ത് കുറേ താറാവുകൾ ഉണ്ടാവും ഈ ടൈമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും താറാവ് ഉണ്ടാവും വിചാരിച്ചിട്ട് കേട്ടോ വീഡിയോ എടുത്തത്. അവളുടെ അടുത്ത് പറയുന്നു താറാവ് ഉണ്ടാവുമെന്ന്. പക്ഷെ അവളുടെ അടുത്ത് ചോദിക്കുക എവിടെ താറാവ്? എനിക്ക് താറാവ് ഉണ്ടായിരുന്നില്ല എന്ന്. സ്കൂൾ അടുത്ത് തന്നെയാണ്. ഒരു 5-6 മിനിറ്റ് മതി സ്കൂൾക്ക്. അപ്പോൾ ഭാബി കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം സൈനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ. അവരെ കണ്ട സന്തോഷത്തിലാട്ടോ മിലു. സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ മാക്സിലേക്കാണ് പോയത്. കാരണം ബാബിയുടെ വീട്ടിലാണ് ഫങ്ഷന്, മാരേജ് ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കും ബാബിക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഇട്ടു കേട്ടോ. ഇവിടെ നോക്ക്. അത് മോഡലാണ് ഹെക്സാ ബർഗർ. ഇതിലുള്ള പകുതി പൈസ അനുവിന്റെ വായില അവസ്ഥ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സ്റ്റൈൽ യൂണിയനിലേക്കാണ്. ചെറിയ ആൾക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അവിടുന്ന് കാഷ്വൽ ഡ്രസ്സുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.